പ്രൈസ് ലോർഡ്. ഹെഗ്മിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിലൊരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറി എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്കൊക്കെ അറിയാം, ഉള്ളിയൊക്കെ വയറ്റണം, അതിന് സമയമെടുക്കും, മസാലയൊക്കെ മൂപ്പിക്കണം, അതിനാണ് മെയിൻ സമയം പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കറി പെട്ടെന്നായിക്കോളും. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, ഒട്ടും എണ്ണ ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ മിക്കവാറും ഈ രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതിന് നമുക്ക് ആദ്യം അതിന്റെ മിക്സ് റെഡിയാക്കണം. അപ്പൊ ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ ഈ മസാല റെഡിയാക്കണം. ഇത് 3/4 കിലോ ചിക്കൻ ഉണ്ട്, എല്ലുൾപ്പെടെ. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ഉരുളക്കിഴങ്ങാണ്. നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങ് വേണ്ട എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാമേ. ഇനി അതിലേക്ക് ചേർക്കുന്നത് മീഡിയം സൈസ് 2 സവോള, 4 പച്ചമുളക്. ഈ പച്ചമുളക് നിങ്ങളുടെ ഏരിയ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം, ചേർക്കാതിരിക്കാം. കുറച്ച് മല്ലിയില. ഈ മല്ലിയിലയുടെയും ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർക്ക് അവോയ്ഡ് ചെയ്യാം. കറിവേപ്പില. ഇത് ഒരു 17 അല്ലി വെളുത്തുള്ളിയും ഈ ഒരു കഷ്ണം ഇഞ്ചിയും. ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചു. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പച്ചമുളകിനനുസരിച്ച് ഇടാവേ. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ എണ്ണ യൂസ് ചെയ്യാമേ. ഇനി ചെയ്യുന്നത്, ഇത് കൈകൊണ്ട് തന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യണം. അത് കൈകൊണ്ട് ചെയ്യുന്നത് ഇച്ചിച്ചി എന്നുള്ളവർക്ക് സ്പൂണോ ഒക്കെ യൂസ് ചെയ്യാം. ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. എല്ലായിടത്തും മിക്സ് ആവണം. ഒത്തിരി അങ്ങ് ഞെരടി, ചിക്കൻ കഷ്ണം ഒത്തിരി അങ്ങ് ഞെരടി പന്നലാവരുത്. ഒരു മയത്തിനൊക്കെ ഒന്ന് ഇളക്കിയാൽ മതിയേ. ആ വെളിച്ചെണ്ണയും മുളക് പൊടിയും കൂടെ ഒക്കെ മിക്സ് ആകുമ്പോൾ ഒരു നല്ല മണമാണ്. മസാല എല്ലായിടവും ആവണം. ഇതിപ്പോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇത് ഒരു 1-2 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്നാൽ അത്രയും നല്ലത്. അതല്ലെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് ഇളക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുവാണെങ്കിലും കുഴപ്പമില്ല. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്താൽ മതി. ഇതിപ്പോ ഞാനൊരു അരമണിക്കൂറൊക്കെ വെക്കുന്നുള്ളൂ. അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോ അരമണിക്കൂർ കഴിഞ്ഞു, ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചു. ആ മസാല പുരട്ടി വെച്ചത് അതുപോലെ, ഇനി ഇതിനകത്ത് നമ്മൾ ഒന്നും ചേർക്കില്ല. ഇതുപോലെ അങ്ങ് വെച്ചാ മതി. ഞാൻ തീ ഏറ്റവും സ്ലോയിൽ നിന്നും ഒരു ഇച്ചിരൂടെ കൂട്ടിയിട്ടുള്ളൂ. ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ ചിക്കനകത്ത് നിന്നും ഉള്ളിൽ നിന്നുമൊക്കെ വെള്ളം ഇറങ്ങും, അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇടയ്ക്കൊന്ന് നോക്കണം അടുക്കി പിടിക്കുന്നോന്ന്. ഇത് നമ്മള് ഇതിനകത്ത് ഇനി ഒന്നും ചേർക്കില്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ചെറിയ തീയിൽ അതിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യണ്ട. അത് അവിടെ സാവധാനം ഇരുന്ന് വെന്തോളും. ഇടയ്ക്കൊന്ന് നോക്കണം അടുക്കി പിടിക്കുന്നോന്ന് കേട്ടോ. ഇതിപ്പോ അതിൽ നിന്ന് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ഇതിപ്പോ ഉണ്ടല്ലോ, ഭയങ്കര വെളിച്ചെണ്ണയും എല്ലാം കൂടെ ഒക്കെ മസാലയും എല്ലാം കൂടെ ആയപ്പോ ഒരു വല്ലാത്തൊരു മണമാണേ. ഇങ്ങനെ വെക്കുന്നവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. ഞാനിപ്പോ പറയാതെ തന്നെ അതിന്റെ മണം എന്തുവാണ്. ഇതിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല. ഇതേ ഒട്ടും അടുക്കി പിടിച്ചിട്ടില്ല കേട്ടോ. ഇത് നോൺ സ്റ്റിക്കാ, അല്ലാത്ത പാത്രത്തിൽ വെച്ചാലും അടുക്കി പിടിക്കുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞേ, ഇതിൽ ഉരുളക്കിഴങ്ങ് വേണമെന്ന് നിർബന്ധമില്ല. വേണ്ട എന്നുള്ളവർ അവോയ്ഡ് ചെയ്തോണേ. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് ഈ ചെറു തീയിൽ തന്നെ വേവിക്കാം. ചിക്കനിൽ നിന്നും ഇതേ നന്നായിട്ട് വെള്ളം ഇറങ്ങി തുടങ്ങി, കാണുന്നുണ്ടോ? ഇത് തീ കൂട്ടിയിട്ട് വേവിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. എത്രയും തീ കുറച്ചിട്ട് വേവിക്കാമോ അങ്ങനെ കുറച്ചിട്ട് വേവിക്കുക. എന്നും പറഞ്ഞ് 1 മണിക്കൂർ അരമണിക്കൂർ ഒന്നും വേണ്ട നമ്മുടെ ഈ കറി റെഡിയാവാൻ. ചിക്കൻ പെട്ടെന്ന് വേവുമല്ലോ, നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. വെന്ത് കഴിഞ്ഞിങ്ങനെ ഇളക്കല്ലേ, കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പം അരപ്പരുവമേ ആയിട്ടുള്ളൂ വേവ്. ഉപ്പൊക്കെ ഈ സമയത്ത് പരുവമാണോ എന്ന് നോക്കാം, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരി കുറവെന്ന് തോന്നുന്നു എങ്കിൽ നിങ്ങൾ ഇനി മുളക് പൊടി ഇടാൻ നിൽക്കണ്ട, പച്ചമുളക് കീറി ഇട്ടാൽ മതി കേട്ടോ. എനിക്കിപ്പോ എരിയൊക്കെ പരുവമാണ്. ഇപ്പോ നമ്മുടെ കറിയിൽ നിന്നും കണ്ടോ നന്നായിട്ട് വെള്ളം ഇറങ്ങിയത്. നമ്മുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട് നന്നായിട്ട്. ദേ
എല്ലിനകത്തുനിന്ന് വിട്ടുവരാൻ തുടങ്ങി. ഇനി പതുക്കെ ഇളക്കാവേ. അപ്പൊ ഇതിന്റെ വേവ് എത്ര എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം മുറ്റിയ കോഴിയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇതിപ്പോ അധികം മുറ്റാത്ത ഒരു കൊച്ചു കോഴിയാണ് ഞാൻ മേടിച്ചത്. അപ്പൊ അതനുസരിച്ച് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടി എനിക്ക്. ഇതിപ്പോ ഞാനിത് ഓഫ് ചെയ്യാൻ പോവാ. ഇത്രയും പരുവം മതി. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ കടുതാളിക്കണമെങ്കിൽ കടുതാളിക്കാം. ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ. എക്സ്ട്രാ കടുതാളിക്കലൊന്നുമില്ല. വളരെ എളുപ്പമല്ലേ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയെങ്കിലേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവത്തുള്ളൂ. ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു നല്ല ടേസ്റ്റിയാണ് സംഭവം. അപ്പോ നിങ്ങൾക്ക് ഗരം മസാലയുടെ ആ ഒരു സുഗന്ധം വരുന്നില്ല എങ്കിൽ ലേശം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്, നിർബന്ധമില്ലേ. അപ്പൊ ആ മണം ഇല്ല എന്നുള്ളവര് മാത്രം ചേർത്താൽ മതി. ഇതേ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേ കണ്ടോ, ഇതിനകത്തൊന്ന് വിട്ടു തുടങ്ങുന്നേ. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. സോ നമ്മുടെ ഈസി ചിക്കൻ മസാല അല്ലെങ്കിൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. വളരെ എളുപ്പമാണ്, അധികം ജോലിഭാരവും ഇല്ല. വീണ്ടും പുതിയൊരു ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.